അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു നോഡ് എങ്ങനെയാണ് ഓൾറെഡി ഉള്ള ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ 12 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നോഡിനെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് ഇവിടെ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബൈനറി സെർച്ച് ട്രീയുടെ ലെഫ്റ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു പാരന്റ് നോഡിൻ്റെ അല്ലെങ്കിൽ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസൊക്കെ ചെറിയ വാല്യൂസും ഇത് റൂട്ട് നോഡിലുള്ള വാല്യൂവിനേക്കാൾ ചെറുതും റൈറ്റ് സൈഡിലുള്ള വാല്യൂസൊക്കെ റൂട്ട് നോഡിനേക്കാൾ വലുതുമാണോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 45നേക്കാൾ ചെറുതാണ് 39, 45നേക്കാൾ വലുതാണ് 56ഉം 54ഉം അതെ, 78ഉം അതെ. സോ നമുക്കിതൊരു ബൈനറി സെർച്ച് ട്രീ ആണ്. ഇതിൽ 12 ആഡ് ചെയ്യുമ്പോൾ 45നേക്കാൾ ചെറിയ വാല്യൂ ആണ് 12. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ആഡ് ചെയ്യേണ്ടി വരിക. ഇനി 39നേക്കാൾ വലുതാണോ ചെറുതാണോ 12 വരിക? 39നേക്കാൾ ചെറിയ വാല്യൂ ആണ് 12. സോ നമ്മുടെ പുതിയൊരു നോഡായിട്ടുള്ള 12 ആഡ് ചെയ്യേണ്ടത് ഈ ഒരു സൈഡിലാണ്. ഇനി നമുക്കൊരു 67 ആണ് നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു നോഡ് ആഡ് ചെയ്യേണ്ടത് 67 ആണെന്ന് വിചാരിക്കുക. 67 എവിടെ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 45നേക്കാൾ ചെറുതാണോ വലുതാണോ ചെക്ക് ചെയ്യും. 45നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. 56നേക്കാൾ ചെറുതാണോ വലുതാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കും. അപ്പോൾ 67 എന്ന് പറയുന്നത് 56നേക്കാൾ വലുതാണ്. സോ നമ്മൾ ഇങ്ങോട്ട് പോയി ഈ ഒരു സൈഡിലോട്ട് വന്ന് മൂവ് ചെയ്തു, റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തു. ഇനി 78നേക്കാൾ വലുതാണോ ചെറുതാണോ നമ്മുടെ 67 എന്ന് നോക്കും. 78നേക്കാൾ ചെറുതാണ് 67. ചെറുതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു, 67 നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു നോഡിനെ ആഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നമ്മളൊരു നോർമൽ ഒരു ബൈനറി സെർച്ച് ട്രീ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്പർ നോക്കിയിട്ട് അത് റൂട്ട് നോഡിനേക്കാൾ ചെറുതാണോ വലുതാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണോ റൈറ്റ് സൈഡിലേക്കാണോ ഈ ഒരു പെർട്ടിക്കുലർ നോഡിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസേർഷന് നിങ്ങൾക്ക് ആകെ ഒരൊറ്റ കേസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇതേപോലെ എൻഡിങ്ങിൽ ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ കാണുന്നുള്ളൂ. പക്ഷെ ഡിലീഷൻ അങ്ങനെയല്ല. ഡിലീഷൻ ഓരോ സൈഡിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ലാസ്റ്റ് നോഡായിട്ടുള്ളതിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതും ഈ മിഡിലായിട്ടുള്ളതിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് ഡിലീഷൻ്റെ കേസിൽ പഠിക്കാനുണ്ട്. പക്ഷേ ഇൻസേർഷൻ്റെ കേസിൽ ആകെ ഒരൊറ്റ കേസ് മാത്രമേ പഠിക്കാനുള്ളൂ. നിങ്ങൾ എവിടെയാണോ ആ ഒരു പോസിബിൾ ആയിട്ടുള്ള നോഡ് വരിക എന്നുള്ളത് നോക്കുക, അവിടെ നിങ്ങൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. അത്ര മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ.